സാർ അങ്ങനെ വന്നേ? ഞാൻ റോഡിൽ കൂടെ പോകുന്ന ഒരു സംഭവമില്ലേ, ടൈം ബസ്. അതിനാവുന്ന എവിടെ വന്ന് ഇറങ്ങിയത്? ഇതിന് തൊട്ടപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറങ്ങി. ഈ സ്റ്റോപ്പിൽ ഇറങ്ങാറുന്നല്ലോ. അങ്ങനെ ഞാനും വിചാരിച്ചത്. പക്ഷെ അവിടെ നിർത്തിയപ്പോഴത്തേക്കും കണ്ടക്ടർ പെട്ടെന്ന് പുറകോട്ട് വന്നു. ഞാൻ അവിടെ തന്നെ ചാടി ഇറങ്ങി. സത്യം പറഞ്ഞാൽ ടിക്കറ്റ് എടുക്കാതെ കയറി വന്നതില്ലേ? ചെറുതായിട്ട്. ഇതാ നിന്റെ കട അല്ലേ? ഇതാ ഉള്ള നീ മിടുക്കനാ കേട്ടോ. 50,000 രൂപ ആദ്യത്തെ ഗഡു തന്നപ്പോഴത്തേക്കും നീ ഇത്രയൊക്കെ ഒപ്പിച്ചില്ലേ? ഇതിനൊക്കെ മിടുക്കനാ. നിന്റെയാണോ ഈ സ്ഥലം? അല്ല, ഇത് പഞ്ചായത്തിന്റെ. പഞ്ചായത്തിന്റെയാണോ? പ്രോപ്പർട്ടിക്ക് എന്തോ കൊടുക്കും? വാക്സിൻ കൊടുക്കും. വാക്സിൻ കൊടുക്കും. അല്ല, പേപ്പട്ടിക്ക് എന്തോ കൊടുക്കുന്നു? പേപ്പട്ടി അല്ല, ഈ കടയിരിക്കുന്ന പ്രോപ്പർട്ടി, ഈ വസ്തു, അതിനെന്ത് കൊടുക്കുന്ന 2000 രൂപ വാടക കൊടുത്താൽ മതി. ഇത്രയൊക്കെ ഒപ്പിച്ച് വെച്ചില്ലേ, അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷം ആണല്ലേ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാലേ, നീ നിന്റെ പേരിലായോണ്ടാണ് ഈ ലോൺ എമൗണ്ട് ഇത്രയും കുറഞ്ഞത്. ഇത് പക്ഷേ ഒരു സ്ത്രീയുടെ പേരിലായിരുന്നെങ്കിൽ 1.5 ലക്ഷം രൂപയുടെ കൂടുതൽ ഇതൊക്കെ കിട്ടിയേനെ. ഭാര്യ ഇല്ലല്ലോ, എന്താ ചെയ്യാനെ കൊണ്ടാ അല്ലെ കിട്ടിയേനെ. കല്യാണം കഴിച്ചിട്ടില്ല. ഭാര്യയുടെ പേര് ഭാര്യയുടെ പേരോ? നീ ഭാര്യയുടെ പേര്? ലീലാവതി ഉണ്ട്. വെള്ളം എടുക്കാൻ പോയ